കല്യാണി സൂപ്പർ. ഡൊണാൾഡ് മോഡലായി അയച്ചെന്ന ഐശ്വര്യ ഔട്ടാണ്. ഈ ചെക്കൻ എന്താ ഒരുമാതിരി പെണ്ണുങ്ങളെ കാണാത്ത പോലെ. കല്യാണി ഗുഡ്. ഞാൻ വിചാരിച്ചാലും നന്നായിട്ടുണ്ട്. ഇറ്റ്സ് നൈസ്. കല്യാണി മഹാലക്ഷ്മിയെ പോലെ സൂപ്പർ. ആ സ്വർണം വാരിയിട്ട ഏത് കരിക്കാക്കയും തിളങ്ങും, അത്രേ ഉള്ളൂ. അവള് സുന്ദരി എന്ന് പറയുന്നതേ സഹിക്കാൻ വയ്യല്ലേ നിനക്ക്? ഇതേ ഒരുതരം അസൂയ എന്ന് പറയും. എന്തേലും പറഞ്ഞ ഉടനെ തുടങ്ങിക്കോളും കൗണ്ടർ അടിക്കാൻ. ഇതുപോലൊരു മനുഷ്യനെയാണല്ലോ ദൈവമേ എന്റെ തലയിൽ കെട്ടിവെച്ചത്. മാഡം, എന്നോട് പൊറുക്കണം. ഇതൊന്നും ഇടാനുള്ള യോഗ്യത എനിക്കില്ലെന്നറിയാം. നാട്ടിലൊരു കല്യാണത്തിന് പോകുമ്പോ ആരുടെ ഒരു ആഭരണവും വാങ്ങിയിടാൻ അമ്മ സമ്മതിക്കാറില്ല. ഇതിപ്പോ ഇങ്ങനെ ഉണ്ടായതില് മാഡം എന്നോട്. ആനന്ദ്, ഫോട്ടോ എടുക്കാൻ നേരമായില്ലേ? പെട്ടെന്നാവട്ടെ. ശരി അമ്മേ. എന്താ ഇവിടെ കാഴ്ച? പോയി ജോലി നോക്ക്. ആ കല്യാണി ഇരിക്ക്, ഫോട്ടോ എടുക്കാം. ഇരിക്ക് കല്യാണി. കല്യാണി കൈ അങ്ങോട്ട് വെക്ക്. ഇനി ഒന്ന് എണീറ്റ് തന്നെ. സാരി ഇങ്ങോട്ട്. മതി ഫോട്ടോ എടുത്തതൊക്കെ. ഒന്നോ രണ്ടോ ഫോട്ടോ അയച്ചു കൊടുത്താ പോരെ? അതിനെതിനെ ഇത്രയും ഫോട്ടോസൊക്കെ. ഫോട്ടോ നന്നായിട്ടുണ്ടോ? ഓ നന്നായിട്ടുണ്ടടി, നന്നായിട്ടുണ്ട്. എനിക്കൊരെണ്ണം പ്രിന്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് തരാം. നീ അത് വഴിയെ പോകുന്നവരൊക്കെ വിളിച്ച് കാണിച്ചിട്ട് കൊള്ളാമോ എന്ന് ചോദിക്കും. എനിക്കെന്റെ കൺട്രോള് പോയി നിക്കുക. ഇളയമേ മതി. കല്യാണി നോക്ക്. അരവിന്ദ്, ഇത് മെയിൽ ചെയ്ത് കൊടുക്കണം. ലാപ്ടോപ്പ് ഓഫീസിലായി പോയി. നിന്റെ ലാപ്പിൽ നിന്ന് മെയിൽ ചെയ്യാം. അതിനെന്താ ബ്രോ, ഞാൻ എടുക്കണോ? വേണ്ട, ഞാൻ നിന്റെ മുറിയിലേക്ക് വെക്കണം. ഓക്കേ. ഫോട്ടോ എടുത്ത് കഴിഞ്ഞില്ലേ? ഓ ഇതൊക്കെ ഇട്ട് കെട്ടിലമ്മയെ പോലെ നിക്കാൻ നല്ല സുഖമുണ്ടല്ലേ. പോയി അഴിച്ചു വെക്കടി ഇതൊക്കെ. കമലേ മാഡം. ഇവളെ വിളിച്ചോണ്ട് പോയി ഇതൊക്കെ അഴിച്ചു വെക്ക്. ഓക്കെ മാഡം. എല്ലാം ഉണ്ടോന്ന് നോക്കിക്കോണം. ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം. ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയല്ലേ. ചെല്ലടി.
അരവിന്ദെ ചതിച്ചു. എന്തു പറ്റിയളേമ്മേ? അയ്യോ, ആനന്ദ് നിന്റെ ലാപ്ടോപ്പ് എടുത്തല്ലേ മെയിൽ ചെയ്യാൻ പോയത്? ആ അതിനെന്താ? ആ, എടാ അതിലല്ലേ നീയും ആ നാടക നടിയുമായിട്ടുള്ള ഫോട്ടോസ് കിടക്കുന്നത്? അയ്യോ ചതിച്ചോ ഭഗവാനെ. അയ്യോ അയ്യോ ഓടിപ്പോടാ. ദൈവമേ. വാളേമ്മേ. ബ്രോ ഞാൻ ചെയ്യാം ബ്രോ. വേണ്ട, ഞാൻ കല്യാണിയുടെ ഫോട്ടോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഏത് ഫയലിലാണെന്ന് അറിയാൻ പറ്റുന്നില്ല. ഫോട്ടോ ഫയലുകളൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കി അറിയാൻ പറ്റുമായിരിക്കും. അത് അരവിന്ദ് ചെയ്യും. അരവിന്ദിനാവുമ്പോ ഫയലുകളൊക്കെ എവിടെയാ സേവ് ചെയ്തേക്കുന്നെന്ന് അറിയാലോ. വേണ്ട ഇളയമ്മേ, ഇത് ഞാൻ ചെയ്തോളാം. എന്തുവാടാ ഇത്? ബ്രോ അത് എടാ, എല്ലാ ഫയലുകളും സി ഡ്രൈവിൽ സേവ് ചെയ്താ സിസ്റ്റം സ്ലോ ആവുന്ന നിനക്ക് ഇതുവരെ അറിഞ്ഞൂടെ? സോറി ബ്രോ. ഉം. ഹലോ, എടാ പെട്ടെന്ന് ആ ഫോട്ടോകൾ സേവ് ചെയ്തിട്ട് ലാപ്പിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്. ഒന്ന് വേഗം. കമോൺ. ആനന്ദ് നീ എന്ത് ചെയ്യാ ഇതിനകത്ത്? അത് ഞാൻ ബ്രോ കോപ്പി ചെയ്തു, അറ്റാച്ചും ചെയ്തു. ഇനി ബ്രോ സെൻഡ് ചെയ്താൽ മാത്രം മതി. എഴുതേക്ക്. ഉയരെരിഞ്ഞു പോയി. ആനന്ദെങ്ങാനും ആ ഫോട്ടോ കണ്ടിരുന്നെങ്കിൽ അതോടെ തീർന്നു. ഇതിനെല്ലാം കാരണം ആ നശിച്ചവളാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. അപ്പൊ ഓക്കേടാ, താങ്ക്സ്. ആ ശരി ബ്രോ. ആദ്യം നീ ആ സി ഡ്രൈവിലുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്തളേ. ശരി ബ്രോ. ഇളയമ്മേ അത് ഓർത്ത് നന്നായി. ആ ഫോട്ടോ എങ്ങനെ കണ്ടിരുന്നെങ്കിലേ അതോടെ കഴിഞ്ഞാലേ എന്റെ കാര്യം. എടാ നിശ്ചയം കഴിയുന്നവരെ നീ നോട്ടപ്പുള്ളിയാ. നിന്നെ നിരീക്ഷിക്കാൻ വേണ്ടി നിന്റെ അമ്മ CID-കളെ വരെ വെച്ചിട്ടുണ്ടെന്നാ എനിക്ക് സംശയം. ഏതായാലും ഈ നിശ്ചയം മുടങ്ങുന്നത് വരെ നല്ല ശ്രദ്ധയോടെ വേണം ഓരോ നീക്കവും. ശരി ഇളയമ്മേ. അല്ല ആ കല്യാണി അവിടെ റൂമിൽ പോയിട്ട് എന്തായി കാണുവോ? ആ ഒന്ന് പോയി നോക്കാം. കല്യാണി സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ തന്നെ നിന്നെ കണ്ണു വെക്കുമോന്ന് എനിക്ക് തോന്നി. ഒന്ന് പോവരുത് കളിയാക്കാണ്ട്. കളിയാക്കിയതല്ല കല്യാണി, സത്യവാ. നമ്മൾ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോ ഒരിടത്തൊരു രാജകുമാരി ഉണ്ടെന്ന് പറയില്ലേ, അപ്പൊ മനസ്സിലേക്ക് രൂപം വരില്ലേ? അതുപോലെയുണ്ട് നിന്റെ ലുക്ക്. ചേച്ചി വേണ്ടാട്ടോ. അതല്ല, ഈ രാജകുമാരിയുടെ മൊഞ്ചിനൊത്ത രാജകുമാരനെ എവിടുന്ന് തപ്പിയെടുക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നേ. ഒന്ന് പോ അവിടുന്ന്. എന്തൊക്കെയാ ഞാൻ ഇട്ടിരിക്കണേ? വിശ്വസിക്കാൻ പറ്റണില്ല. വിശ്വസിക്കാം, ഇത് സ്വപ്നമൊന്നുമല്ല, യഥാർത്ഥ സ്വർണ്ണ. വേണമെങ്കിൽ ഒരു ഡാൻസ് ഒക്കെ ആവാം. വാ വാ വാ. നിർത്ത്.
കൊള്ളാം. ഇവിടെ എന്താ നടക്കുന്നേ? തിരുവാതിരയോ? ഇതെല്ലാം ഊരി വാങ്ങാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇവളുടെ കൂടെ തുള്ളി കളിക്കുകയാണോ? ഛേ, എന്താടി ഇതൊന്നും അങ്ങോട്ട് ഊരാൻ തോന്നുന്നില്ലേ? അതോ നിന്റെ അനിയൻ ആ തടിയൻ ചെക്കനെ വരാൻ പറഞ്ഞിട്ടുണ്ടോ? ആരും അറിയാതെ രണ്ടെണ്ണം ഊരി കൊടുത്തുവിടാൻ. അടുക്കളക്കാരിയുടെ ഒരു അഴിഞ്ഞാട്ടം. അവളുടെ ഒരു കോലം കണ്ടില്ലേ? ഈ മോന്ത കണ്ടപ്പോഴേ തള്ളയെ കെട്ടിയെടുത്തു. എന്നിട്ട് എല്ലാരും നിന്നങ്ങ് പുകഴ്ത്തുന്നു. ഛേ, എന്തിനാ വെറുതെ എന്റെ അമ്മയെ പറയണേ? എനിക്ക് സങ്കടം അത്. ഓ, അവളുടെ ഒരു ചങ്കടം. നിങ്ങളെല്ലാം വെളിപ്പോ. ഞാൻ പുറത്തു പോവാൻ പറഞ്ഞ നിങ്ങൾ എന്തിനാ ഇവളെ നോക്കുന്നേ? ഇനി ഇവള് പറഞ്ഞാലേ നിങ്ങൾ പുറത്തു പോകത്തുള്ളൂ. കൊള്ളാലോ കാര്യങ്ങള്. രണ്ടും പോടി പുറത്ത്. ഡേ, കഥക് ചാരിയിട്ട് പോ. ആ കസേര എടുത്ത് ഇങ്ങോട്ടിട്. തൃച്ചംബരത്തെ മൂത്ത മരുമകളിടേണ്ട ആഭരണങ്ങളിട്ട് നിക്കുന്നവള്. ഇത് ഇടാൻ പോയിട്ട് ഇതിന്റെ 7 അയലത്ത് വരാനുള്ള യോഗ്യതയുണ്ടോടി നിനക്ക്? ഇതിനി ഓരോന്നോരോന്നായിട്ട് ഊരി എന്റെ ദേഹത്തോട്ടിട്. കാണട്ടെ. എങ്ങനെയുണ്ടടി? ഞാൻ ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന്? കൊള്ളാം മാഡം. അതെനിക്കറിയാം. ഇടാനുള്ളവർ ഇടുമ്പോഴാ സ്വർണം കൂടുതൽ തിളങ്ങുന്നത്. അല്ലാതെ നിന്നെ പോലെ കരിക്കലത്തിൽ ചാർത്തുമ്പോഴല്ല. മനസ്സിലായോ? വിലാസിനി, എന്താ ഇത്? ചേച്ചി, ഞാൻ അറിയാതെ. ക്ഷമിക്കണം, ഞാൻ ഇപ്പൊ തന്നെ അഴിച്ചു മാറ്റിക്കോളാം. കമല, ഇത് ഇവളുടെ കയ്യിൽ നിന്ന് ഊരി വാങ്ങി എന്റെ അലമാരയിൽ വെക്കണം. നീ ഈ ആഭരണങ്ങൾ എടുത്ത് ഒരിക്കലും അണിയാൻ പാടില്ലായിരുന്നു. മനസ്സിൽ കളങ്കമില്ലാത്തവരണിയുമ്പോഴാ സ്വർണത്തിന് തിളക്കം. നീ അതണിഞ്ഞാൽ അത് കറുത്തുപോകും. അത് വേണ്ട. ഐശ്വര്യം കറുക്കുന്ന ഒന്നും അനുവദിക്കില്ല ഈ അഖിലാണ്ടേശ്വരി.
കല്യാണി ചേച്ചി ഇതുവരെ പോയില്ലായിരുന്നോ? പോകുന്നു. അല്ല, നീ അവിടുന്ന് പിടിപ്പത് പണി കഴിഞ്ഞിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇവിടുത്തെ പണി തുടങ്ങിയോ? ഒന്നോർത്താ വലിയ സങ്കടമാണല്ലോ നിന്റെ കാര്യം. അതൊന്നും സാരില്ല ചേച്ചി. സ്വന്തം വീട്ടിൽ ഇതൊക്കെ ചെയ്യാൻ ഞാനല്ലാണ്ട് പിന്നെ ആരാ ഉള്ളേ? അതുപോട്ടെ, ചേച്ചി എന്താ ഇത്ര വൈകിയേ? പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെന്താ? ഓ അതോ, നാളെ ഉച്ചവരെ ലീവ് പറയാനാ വൈകിയത്. ആ, നിന്നോടത് പറഞ്ഞില്ലല്ലോ. നാളെ എന്റെ അനിയത്തി ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോവാ. ജോലിക്കോ? അതെ, എയർ ഹോസ്റ്റസ് ആയിട്ട്. ആഹാ. കഴിഞ്ഞ ആഴ്ച ഇന്റർവ്യൂ ആയിരുന്നു. ഈ ആഴ്ച ജോയിൻ ചെയ്യുന്നു. നിന്നോട് പ്രത്യേകം നന്ദി പറയണമെന്ന് അവള് പറഞ്ഞു. നിന്റെ ചെമ്പരത്തിയുടെ മരുന്നങ്ങ് ഏറ്റു. ഇപ്പോ അവളുടെ മുഖത്ത് മുഖക്കുരുവിന്റെ ഒരു പൊടി പോലും ഇല്ല. സെലക്ഷൻ കിട്ടാൻ തന്നെ കാരണം നിന്റെ മരുന്നാണെന്ന് അവള് പറയുന്നത്. സന്തോഷായി ചേച്ചി. അനിയത്തി ഇന്റർവ്യൂ പാസ്സാവൂന്ന് ചേച്ചിക്ക് വലിയ ടെൻഷൻ അല്ലായിരുന്നോ? ചെലവുണ്ട് ട്ടോ. പിന്നെന്താ. ആ കല്യാണി, ഇന്ന് മാഡത്തിന്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് നീ വന്നപ്പോഴുണ്ടല്ലോ, രാജകുമാരിയെ പോലെ തന്നെ ഉണ്ടായിരുന്നു. സത്യം. ഓ രാജകുമാരി, വെറുതെ സമയം കളയാൻ ചേച്ചി ഒന്ന് പോയേ. അല്ല, ആരാ ഇത്? സുജാതയോ? ആ ദാസേട്ടാ. വിളിച്ചോണ്ട് പോകാൻ ആള് ഗേറ്റിനടുത്ത് വന്ന് വെപ്പുണ്ട്. ആ വന്നല്ലേ, ഞാൻ വിളിക്കാൻ ഫോൺ എടുത്തതാ. ആ ദാസേട്ടാ, ഇന്ന് മോൾക്ക് ഒരല്പം കടുകും മുളകും എടുത്ത് ഉഴിഞ്ഞിടണം. ഇന്നെല്ലാവരും കണ്ണു വെച്ചിരിക്കുക കല്യാണിയെ. കണ്ണു വെക്കാനോ? എന്താ കാര്യം? ആ ദാസേട്ടനൊന്നും അറിഞ്ഞില്ലല്ലോ. ഇന്ന് ഏതോ ഒരു കമ്പനിക്ക് അയച്ചു കൊടുക്കാൻ ബ്രാൻഡ് അംബാസഡറുടെ ഫോട്ടോ വേണോന്ന് പറഞ്ഞ് അഖിലാണ്ടേശ്വരി മേഡത്തിന്റെ ആഭരണങ്ങളൊക്കെ ഇട്ട് കല്യാണിയുടെ ഫോട്ടോ എടുത്തു. ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് കല്യാണി നടന്നു വന്നപ്പോ അപ്സരസിന്റെ ഗെറ്റപ്പായിരുന്നെന്നാ കിച്ചണിലെ സംസാരം. അഖിലാണ്ടേശ്വരി മേഡത്തിന്റെ ആഭരണങ്ങളൊക്കെ ഇട്ട് കല്യാണിയുടെ ഫോട്ടോ എടുത്തു. ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് കല്യാണി നടന്നു വന്നപ്പോ അപ്സരസിന്റെ ഗെറ്റപ്പായിരുന്നെന്നാ കിച്ചണിലെ സംസാരം. അയ്യോ, അഖിലാണ്ടേശ്വരി മേഡത്തിന്റെ ആഭരണങ്ങള് എന്റെ മോൾക്ക് ഇട്ട് കൊടുത്തുന്നോ? അതിൽ കൂടുതൽ എന്ത് ഭാഗ്യം എന്റെ മോൾക്ക് കിട്ടാനുള്ളത്. അച്ഛൻ ഇപ്പോഴും അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതും ശരിയാ. അങ്ങനെയെങ്കിലും കുറെ സ്വർണ്ണം ഇടാനുള്ള ഭാഗ്യം ഉണ്ടായെന്ന് പറയാം. സുജാതേച്ചിക്ക് അറിയോ, എനിക്ക് ആകെ സ്വർണ്ണമായിട്ടുണ്ടായിരുന്നത് അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നെ ഏൽപ്പിച്ച ഒരു ജോഡി കമ്മലായിരുന്നു. അതിലൊരെണ്ണം എവിടെയോ പോവുകയും ചെയ്തു. ഇപ്പൊ കല്യാണിക്ക് ഒരു തരി സ്വർണ്ണമില്ല, എല്ലാം മുക്ക. എന്ന് പറഞ്ഞാ സ്വർണ്ണമൊക്കെ ഇടണമെങ്കിൽ അതിനൊരു യോഗമൊക്കെ വേണം സുജാതേച്ചി. കല്യാണിക്ക് ഈ ജന്മത്ത് ആ യോഗം ഉണ്ടാവില്ല. അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തോടെ അതും കഴിഞ്ഞു, അത്ര തന്നെ. ചേട്ടനാ പോട്ടെ. കല്യാണി, നാളെ ഉച്ചയ്ക്ക് ശേഷം കാണാം. അച്ഛാ, അകത്ത് കയറി ഡ്രസ്സ് മാറ്റ്. ഞാൻ അപ്പോഴേക്ക് കൈ കഴിയിട്ട് വന്ന് ചായ എടുക്കാം. മോളെ, കല്യാണപ്രായമായിട്ടും എന്റെ മോൾക്ക് ഒരു തരി സ്വർണം പോലും കരുതി വെക്കാനാകാത്തത് ഈ അച്ഛന്റെ പരാജയം തന്നെയാ.